രാഷ്ട്രീയത്തിൽ നിറം മാറ്റം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇപ്പം ചേരി മാറിയത് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന പി വി അൻവർ ഇടതുപക്ഷത്തേക്ക് വന്നു, ഇടതുപക്ഷത്തു നിന്ന് മാറി ഇപ്പോൾ മാറി നിൽക്കുന്നു. എങ്ങും എത്താത്ത രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കാലാവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ മഴയത്ത് നിൽക്കുന്ന പി വി അൻവറാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് പറഞ്ഞ രാഷ്ട്രീയം നോക്കൂ. ആദ്യം അജിത് കുമാറിനെതിരെ, അത് കഴിഞ്ഞപ്പോൾ അജിത് കുമാറിൽ നിന്ന് മാറി അത് അല്ലല്ല പി ശശിയും പിണറായി വിജയൻ മുഖ്യമന്ത്രി, പിണറായി വിജയനെ കുറിച്ച് ഏറ്റവും മോശം ഭാഷയിൽ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇതിനിടയ്ക്ക് മുസ്ലിം വേട്ട എന്ന് പറയുന്ന രാഷ്ട്രീയവും എടുത്തിട്ടു പി വി അൻവർ. അതിനുശേഷം മലയോര ജനതയ്ക്ക് വേണ്ടി ഏറ്റവും അവസാനം ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എല്ലാത്തരം അടവുകളും പയറ്റിയ മുഹമ്മദ് ഇങ്ങനെ എല്ലാത്തരം അടവുകളും. പക്ഷേ ഇതിനകത്തൊക്കെ ഓരോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലയോര മേഖല ഒന്നിയിൽ നിലമ്പൂർ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ട് ചർച്ച നടത്തി തിരുവമ്പാടി സീറ്റ് വാങ്ങിച്ചെടുത്ത് തിരുവമ്പാടിയിൽ മത്സരിക്കുക. അതിനുവേണ്ടിയിട്ടാണ് ഈ മലയോര ജനത ക്രൈസ്തവ ന്യൂനപക്ഷത്തോടുള്ള പെട്ടെന്നുണ്ടാകുന്ന സ്നേഹം ഇതെല്ലാം പയറ്റുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പയറ്റിയിട്ടും ഈ എല്ലാ അമ്പുകളും എഴുതിയിട്ടും ഒരിടത്തും ലക്ഷ്യം കാണാതെ പോയ, അല്ലെങ്കിൽ ലക്ഷ്യം ഏത് എന്ന് അറിഞ്ഞ് അമ്പയ്യാൻ പോലും മറന്നു പോകുന്ന രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റും. ഇപ്പോൾ UDF ആയിട്ട് നോക്കൂ, എന്തെങ്കിലും അവർക്ക് സഹായകമായ നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിൽക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഇതിനേക്കാൾ ആ സമയം വരുമ്പോൾ ഇതിനേക്കാൾ വലിയ ശക്തമായ രീതിയിൽ വേണമെങ്കിൽ സമ്മർദ്ദം ചെലുത്താം. അതിനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയും ഒരു രാഷ്ട്രീയത്തിൽ മണ്ടത്തരം കളിക്കുമോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് പി വി അൻവർ നിലപാട്. ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടതാണ്. ആര്യാട് രസത്തെ പരാജയപ്പെടുത്താൻ അൻവർ പിണറായി സത്തിലേക്ക് പോയി. അപ്പോൾ അതിനുശേഷം പിണറായി സത്തെ നേരിടാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി സതീശ് നസത്തിലേക്ക് പോയി. സതീശ് നസത്തെ നേരിടാൻ വേണ്ടി ഇനി അൻവർ ഏത് സത്തിലേക്കാണോ പോകുന്നത് എന്ന് ആൾക്കാർ പോകാൻ നോക്കിയിട്ട് അങ്ങോട്ട് കയറാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥയാണ്.